ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കണേ. ആരും അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഒരു അയ്യപ്പൻ ചോല എന്ന് പറയും ഇവിടെ. പെരിന്തൽമണ്ണ നെമ്മിനി പറഞ്ഞ സ്ഥലത്ത് അമ്മായിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അവിടെ ഒരു ചോല കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ മോനെ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അത് കാണാനായിട്ട് പുറപ്പെടുകയാണ്. എളുപ്പം എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കയറ്റി ഒരു മലേൻ്റെ മുകളിലെത്തിച്ചു. ഞങ്ങളാകെ കുഴങ്ങി നടന്നിട്ടൊന്നും അവിടെ എത്തണില്ല. പിന്നെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും പാറകളായി. പാറേൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കയറി മറിഞ്ഞ് ഏതായാലും അവിടെ എത്താനായി എന്നൊക്കെ അവൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പോയി. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര പേടി തോന്നുക. എന്താ വെച്ചാൽ താഴെ വണ്ടിയൊക്കെ നിർത്തി. വണ്ടിയൊക്കെ ചെറുതായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക്. അത്രയും മുകളിലാണ് ഞങ്ങൾ. ഇപ്പോൾ കണ്ടോ, നിറയെ പാറകളാണ് കേട്ടോ. ഇവിടെ ഈ പ്രദേശത്ത് ഭയങ്കര പാറയാണ് കേട്ടോ. വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. കിണറൊന്നും ഉണ്ടായിട്ട് കാര്യമല്ല, വെള്ളമില്ല. കണ്ടോ, ഞങ്ങളിപ്പോൾ അവിടെ എത്തി. അവിടെ പിന്നെ ഒരു കുഴിയിലായിട്ട് വെള്ളം കണ്ടോ, അതിന് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അത്. ഞങ്ങൾ കുറേ അതിൽ കളിച്ചു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അങ്ങനെ നിറച്ച് പാറയാണ്. പാറേൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് മേപ്പിട്ട് പോയാൽ പിന്നെയും കാണട്ടെ, നല്ല കാഴ്ചകളുണ്ട് കാണാൻ. ഞങ്ങളതിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ. ഉള്ളിൽ നോക്കുമ്പോൾ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോയി നിൽക്കണ മാതിരിയാണ് നമുക്ക് തോന്നുക. ആ പാറേൻ്റെ ഇടയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഗുഹയിൽ ഇങ്ങനെ നിൽക്കണ മാതിരിയാണ് നമുക്ക് തോന്നുക. പിന്നെ അവിടെ നിന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. വെയിലുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഞങ്ങളാകെ കുഴങ്ങി. കുറേ അവിടെ ഇരുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും അങ്ങനെ നേരം വഴിച്ചു. നല്ല വെള്ളമാണെങ്കിലോ ഭയങ്കര തണുപ്പില്ല വെള്ളം. കുറേ ആയിക്കൂടെ ചാടി കളിച്ച് നടന്ന് അങ്ങനെ സമയം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കൂടെ സ്ഥലം എന്തൊരു ഭംഗി വെച്ചാൽ പറയാൻ വയ്യ. അത്ര രസമാണ്. പാറകളും വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ലതാണ്. അവിടെ നിന്ന് മുകളിൽ നിന്നാണ് പൈപ്പ് ഈ പ്രദേശത്ത്. അപ്പോൾ കണ്ടില്ല അവിടെ പൈപ്പൊക്കെ. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ വെള്ളം ഇവിടെ നിന്നാണ് കേട്ടോ എടുക്കണത്. എന്താ വെച്ചാൽ കിണർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കിണർ കുത്തിയിട്ട് കാര്യമില്ല, പാറയാണ്. കുഴൽ കിണർ കുത്തിയിട്ടൊന്നും കാര്യമില്ല. വെള്ളത്തിൽ നിന്ന് അങ്ങനെ വലിയൊരു ടാങ്കിക്ക് ചെന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എല്ലാ വീടുകൾക്കും കൊണ്ടുപോവുകയാണ്. കുറേ പൈപ്പുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതിലങ്ങനെ ഓരോ വീടുകൾക്ക് എത്തിക്കാൻ. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. പക്ഷെ ഇവർക്കൊന്നും പിന്നെ ഈ വെള്ളം ഇവിടെ ഉണ്ടായത് കൊണ്ട് വെള്ളത്തിനൊരു ക്ഷാമമല്ല കേട്ടോ. കിണറൊന്നും ഇല്ലെങ്കിലും ഈ ഒരു വെള്ളം ഉണ്ടായത് കൊണ്ട് നല്ലൊരു ഇതാണ്. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു താഴത്ത് നിൽക്കണ മാതിരി തോന്നും. ഞങ്ങൾ ഒരുമാതിരി ഇടങ്ങാറാണ്. പിന്നെ ഞങ്ങളങ്ങനെ കുറേ നേരം അതിലേക്ക് നടന്ന് പാറകളൊക്കെ കണ്ടു. ഇത്ര വലിയ പാറകളറിയോ. അങ്ങനെ ഫോട്ടോസ് എടുത്തും അങ്ങനെ കുറേ സമയം അങ്ങനെ അവിടെ ചിലവഴിച്ചു. കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ തുടങ്ങി. അതിലൊക്കെ ഫോട്ടോ എടുത്തും ഓരോന്ന് ഇതാക്കി തിരിച്ചു പോരാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടത് ഞങ്ങൾ. ഒരു ചേരാട്ട. അട്ടയാണ് പറഞ്ഞു. ചേരാട്ടയാണ് പറയേണ്ടത്. എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. വലിയൊരു സാധനം. ഞങ്ങൾ അതിലങ്ങനെ കുറേ നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു അത് വേറെന്തോ ജന്തുവിൻ്റെ പേരൊക്കെ പറഞ്ഞു, അതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാണുമ്പോൾ അറപ്പാവും കേട്ടോ. വലിയൊരു സാധനം. ഈ കാണുന്ന മാതിരി ഒന്നല്ല, നേരിട്ട് കാണാൻ വലിയ എന്തോ മാതിരിയാണ്. നമ്മളിവിടുത്തെ ചേരാട്ടല്ല കേട്ടോ, നമ്മളിങ്ങനെ കാണുന്ന പോലത്തെ ചേരാട്ടല്ല. ആ മലേൻ്റെ മുകളിൽ നിന്ന് എന്താണെന്നറിയില്ല, ഒരു വലിയൊരു സംഭവമാണ് അതേതായാലും. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി മെല്ലെ പോരുകയാണ്. ഇനിയിപ്പം മുകളിലെത്തിയ മാതിരി താഴത്തെത്തണ്ടേ. മുകളിലേക്ക് കയറി മെല്ലെ കുത്തി പിടിച്ച് അങ്ങനെ കയറി.
താഴത്തേക്ക് കൈ വിട്ടാൽ താഴത്തെത്തി. അപ്പം ഞങ്ങളങ്ങനെ മെല്ലെ മെല്ലെ ഒതുങ്ങി ഒതുങ്ങി അങ്ങനെ പോരുകയാണ്. ഒരു കാല് തെറ്റി കഴിഞ്ഞാൽ അടിയിലെത്തും. മെല്ലെ ഓരോ കല്ലുമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോയിരുന്നു. ഏതായാലും പകുതി വഴിക്കലെത്തി. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പിന്നെ പുലിയുണ്ട്, ഇവിടെ മുയലുണ്ട് പറഞ്ഞാൽ ഞങ്ങളെ പേടിപ്പിക്കുകയും ചെയ്യും കേട്ടോ. കുറേ നേരം അതിലേ നടന്ന് ഏതായാലും താഴത്തെത്തി. പകുതി എത്തി, പറ്റ താഴത്തെത്തിയിട്ടില്ല കേട്ടോ. മുകളിലേന്ന് ഞങ്ങൾ ഏതായാലും ഒരു പകുതി വഴിക്കലെത്തി. നടന്ന് നടന്ന് ഞങ്ങളങ്ങനെ പോകാൻ ഓരോന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണെന്നൊക്കെ. ഞങ്ങൾ ഏതായാലും പേടിച്ച് പോന്നു. റോഡിൻ്റെ അവിടെ എത്താനായി. ഇവിടുത്തെ ചേച്ചിയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്കറിയാൻ ഇത്ര നല്ല കയറ്റമൊക്കെ കയറേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഓരൊന്നും പോകുന്നില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാനുള്ള ആകാംക്ഷയോട് ഞങ്ങൾ പോയി. പക്ഷെ പോയത് മുതലായിട്ടോ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ, പറയാൻ വയ്യ. അത്ര നല്ല രസമായിരുന്നു അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ, താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ. പേടിയാവും, എന്നാലും നല്ല വൈബാണ്. പിന്നെ അതിൽക്കൂടെയൊക്കെ താഴത്തു കൂടെയൊക്കെ വീടുകളും ഉണ്ട് കേട്ടോ. മലയിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അതിൽക്കൂടെയൊക്കെ. പിന്നെ ആ വീടിൻ്റെ അതിൽക്കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതുവഴിയാണ് ഞങ്ങൾ കയറിയത്. മെല്ലെ ഇങ്ങനെ മുകളിലേക്ക് കയറി, അങ്ങനെയാണ് ഞങ്ങൾ മുകളിലെത്തിയത്. ഇപ്പം മെല്ലെ ഇറങ്ങി ഞങ്ങൾ ഏതായാലും റോഡിൻ്റെ അവിടെ എത്താനായി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ പറഞ്ഞു ഇവിടെ വേറൊരു കനാലുണ്ട്, നമുക്കതും കൂടി ഒന്ന് കാണാറുണ്ട്. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് നേരം അതിൽക്കൂടെ നടന്നു. അപ്പം അതും ഞങ്ങൾ വിചാരിച്ചു ദൈവം കൊണ്ടുവന്ന് കുഴിച്ചടിച്ച മാതിരി ഈ ഒരു ലെവലിലാവും വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ചടുത്ത് തന്നെയാണ് പറഞ്ഞു. പിന്നെ പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. നടന്ന് അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടു നോക്കി. അത്രയും മുകളിലായിരുന്നു ഞങ്ങൾ. ഇതിൻ്റെ അത്രയും മുകളിൽ അത് കണ്ടോ, ആ മരത്തിൻ്റെയൊക്കെ ഏറ്റവും നെറുകിലായിരുന്നു ഞങ്ങൾ. ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ പേടിയാവും, അവിടെ നിന്ന് പേടിയാവും. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിലേറെ ദൈവമേ അവിടെയാണല്ലോ ഞങ്ങൾ നിന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ടപ്പോൾ. ഇത്ര അങ്ങോട്ട് ആലോചിച്ചില്ല, കയറി പോയപ്പോൾ ഇത്ര ആലോചിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പോരുകയാണ്. ഇപ്പുറത്തൊരു ഇതേമാതിരി ഇപ്പുറത്തും കൂടി ഒരു ചോല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ അവിടെ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട പറഞ്ഞുകൊണ്ട് അവർ ഇതിലിങ്ങനെ പോയിരുന്നു. ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് പോരുകയാണ്. കണ്ടില്ല, സ്ഥലങ്ങളൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, പറയാൻ വയ്യ, അത്ര നല്ല സ്ഥലങ്ങളാണ് ആയിക്കൂടെയൊക്കെ. പാറയും കാട് മൂടിയിട്ട് നല്ല രസമാണ് ഇതിലൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ ആ കനാലുണ്ട് പറഞ്ഞാൽ അവിടേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ചപ്പുറത്താണ് പറഞ്ഞു. അപ്പോൾ അവിടേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ആ കനാലിൻ്റെ അവിടെ എത്തി. അപ്പോൾ കണ്ടപ്പോഴോ അതിലൊന്നും വെള്ളമില്ല, ഒന്നുമില്ല. ഇതാക്കണ് മഴ ഉണ്ട് പെയ്താലാണ് ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. വെള്ളം ഇത് കൂടെ വന്ന് ചാടിയിട്ട് അതിൽക്കൂടെ ഇങ്ങനെ മറിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇപ്പം വേനലായത് കൊണ്ട് വെള്ളമൊന്നുമില്ല. ഇപ്പം കാണാനൊരു രസമൊന്നുമില്ല. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ വെള്ളച്ചാട്ടം മാതിരി ഇങ്ങനെ ഇതും കൂടെയൊക്കെ വെള്ളം മറിഞ്ഞ് അങ്ങോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞോന്. ഇപ്പം കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. അപ്പോൾ പറഞ്ഞു ഇനി മഴയൊക്കെ പെയ്തിട്ട് വരിക, അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ പോന്ന് പിന്നെ ഒരു റോഡിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു മാവ് കണ്ടു. അപ്പോൾ അതിന്മേൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കയറി.
വന്നപ്പോൾ അവിടെ ഒരു മയിലൊക്കെ ഉണ്ട്. മയിൽ ഞങ്ങൾ കണ്ടപ്പോഴത്തേനും പാറി. കുറേ മയിലുകളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഓടി ചെന്നപ്പോഴത്തേനും മയിലൊക്കെ എത്തേണ്ടോടത്തെത്തി. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ മരങ്ങൾ കണ്ടോ, നല്ല രസമുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് അടിപൊളിയായി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൂച്ചീൻ്റെ മുകളിലേക്ക് കുറേ കയറാൻ നോക്കി. കഴിയണില്ല. ഓൻ കുറേ കിടന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അതിലേക്ക് കയറാം. പക്ഷേ കഴിഞ്ഞില്ല. അവസാനം അക്കു അതിൻ്റെ താഴെ ഇരുന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ കയറിക്കോന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് കയറാൻ അക്കും വന്നിരുന്നിട്ടും അവൻ നടന്നില്ല. അക്കു കൊഞ്ഞടിയെന്നല്ലാതെ ഞാൻ അതിൻ്റെ മുകളിലെത്തിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ നിന്നാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഓരോന്ന് അതും ഇതും കാട്ടിക്കൂട്ടി. പിന്നെ ദേഷ്യം വന്നു. വിശക്കൽ തുടങ്ങിയിരിക്കണ്. നമുക്ക് പോവാറിന്. ഏതായാലും പിന്നെ അക്കു എന്ന് പറഞ്ഞു ഒരു വട്ടം കൂടി എൻ്റെ മേത്തൊന്ന് നോക്കിയായിരുന്നു. ചവിട്ടി കയറിക്കോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറാൻ നോക്കിയതും കിടക്കണമെങ്കിലും ഓളും ഞാനും കൂടി താഴെത്തി. പിന്നെ പറയല്ല. പിന്നെ ഏതായാലും അവിടുന്ന് നടക്കൂലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങിപ്പോന്നു. തിരിച്ചു പോരുകയാണ് വീട്ടിലേക്ക്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. ഓൻ പറഞ്ഞു കൊടുത്ത് ഏതായാലും ഞങ്ങൾ വീടിൻ്റെ അവിടെയൊക്കെ എത്താനായി. കുറേ അങ്ങോട്ട് പോകണമായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോവാറിന് കൊണ്ടുപോയതാണ്. ഓനങ്ങനെ കൊണ്ടുപോയേ കുറേ ഇത് കൂടെ അങ്ങനെ പോയിട്ടാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ ഒരു തെങ്ങും തോട്ടത്തിൽ കൂടെ കുറേ പോയി. വണ്ടിക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു ഇത് പോവാണ്ട്. പക്ഷെ നടന്ന് പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ആ ത്രില്ലിൽ അങ്ങനെ ചോലയൊക്കെ കാണാനല്ല ഇതിൽ വിചാരിച്ചു അങ്ങനെ നല്ലതിൽ പോയി. ഇങ്ങോട്ട് പോന്നപ്പോൾ തന്നെ വേറെ ലെവലായി എല്ലാവരും. പിന്നെ ഞങ്ങൾ അതിലിങ്ങനെ പോകുന്നു. പക്ഷെ നമ്മളിന്ന് ഇവിടുത്തെ മാതിരിയല്ല കേട്ടോ. നല്ല ഇതാണ് കാണുമ്പോൾ. അതിൽക്കൂടെയൊക്കെ തെങ്ങും തോട്ടവും നല്ലൊരു രസമായിരുന്നു കേട്ടോ കണ്ട്. ഞങ്ങൾ ഏതായാലും ഇങ്ങനെ വീടിൻ്റെ അവിടെ എത്താനായി. വീട്ടിലൊന്ന് എത്തിയാൽ മതി, കുറച്ച് വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളതിലായി. ഏതായാലും എത്തിയത് ഓർമ്മയുണ്ട്. വെള്ളം കുടിച്ച് വിശന്നാകതായിരുന്നു. ഞങ്ങളിവിടെ 10-11 മണി 10:30 ആയപ്പോൾ ഞങ്ങൾ പോയതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേന് 2 മണി 2:30 ആയിട്ടുണ്ട്. അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്ന് ഇവിടെ എത്തിയപ്പോൾ അങ്ങനെയൊന്നും നടക്കാത്തതല്ലേ. ആകെ ഭയങ്കരമായിട്ട് കുഴങ്ങി. വീട്ടിലെത്തി കുറച്ച് വെള്ളം കലക്കി വയ്ക്കാൻ പറഞ്ഞിരുന്നു ഫോൺ വിളിച്ചാണ്ട് അമ്മയുടെ അടുത്ത്. അമ്മായിയൊക്കെ വെള്ളമൊക്കെ കലക്കി വെച്ചപ്പോഴത്തേനും ഞങ്ങളിവിടെ എത്തി. പിന്നെ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് ഇരുന്നത് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല. ചോറും വേണ്ട ഒന്നും വേണ്ട. അങ്ങനെ വെയിലായിരുന്നു. വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേനും ആകെ ക്ഷീണിച്ചു. ഏതായാലും അയ്യപ്പൻ ചോല കാണാൻ പോയി. അയ്യപ്പൻ ചോലയൊക്കെ കണ്ടു വന്നപ്പോഴത്തേന് ഞങ്ങളൊരു ഭാഗത്തായി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മായിൻ്റെ വീട്. ഇവിടെ പെരിന്തൽമണ്ണ നെമ്മിനി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നതായിരുന്നു. ഇന്നലെയും കുറേ ഫോട്ടോ അതും ഇതൊക്കെ എടുത്ത് ഇന്നലെയും നല്ലതിലായിരുന്നു. ഇന്ന് ഞങ്ങളിനി തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് വന്നതാണ്. ഏതായാലും ഇന്ന് പോരാൻ പറ്റിയില്ല. ഇനി നാളെ രാവിലെ പോവും. വീട്ടിലോട്ട് നാളെ രാവിലെ പോവും. ഇവിടെ അമ്മായി, മാമ, ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. ആകെ കുഴങ്ങി. ഇനി എന്താ കാട്ടുകയെന്നുള്ളതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും അയ്യപ്പൻ ചോല കണ്ടല്ലോ. ആ ഒരു ത്രില്ലിലിങ്ങനെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാട്ടി കൊടുക്കാമല്ലോ എല്ലാവർക്കും സംഭവം. പക്ഷെ കാണാൻ നല്ല ഇതുണ്ട് കേട്ടോ അവിടെ.
പറയാൻ വയ്യാത്ത ഇതാണ്. ആ കാണുന്നത് അംഗനവാടിയാണ് കേട്ടോ, ഇവിടെ അടുത്ത് തന്നെ. അംഗനവാടിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സംസാരിക്കാനൊന്നും കൂടുതലായിട്ട് അറിയില്ല. ഇങ്ങനെ ഓൺ വോയിസ് അധികമൊന്നും ഞങ്ങൾ പറയലില്ല. ഞങ്ങൾക്ക് വായിക്കണ മാതിരി കുറച്ച് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഓക്കെ, ബായ്.